ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് സമ്പത്ത് വരും, ഐശ്വര്യം വരും. ഇന്നല്ലേ നാളെ നിങ്ങൾ രക്ഷപ്പെടും. ആ വീട്ടിലേക്ക് ഈ നക്ഷത്രക്കാരുള്ള, അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പറയുന്നുണ്ട്, വീടുകളിലേക്ക് ഇന്നല്ലേ നാളെ വലിയ സമ്പത്ത് വരും, രക്ഷപ്പെടും. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. ആ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ സമ്പത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള അത് ഏത് നക്ഷത്രക്കാരാണെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും. കാരണം അതിൻ്റെ അകത്ത് ചില വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ചില നക്ഷത്രക്കാരെ പെട്ടെന്ന് പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയാണ്, ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാരുണ്ട്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ചില നക്ഷത്രക്കാർക്ക് എപ്പോഴും പ്രതിസന്ധികളാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ്, അതിനവരെന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത്. കാരണം ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, അത് നിങ്ങൾ മുഴുവൻ അറിയുക. ഇപ്പം ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും ജീവിതത്തിൽ ഗുണം ചെയ്യും, ഒരു സംശയവും വേണ്ട. ഞാനൊരു കാര്യം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പറയണമെന്നുണ്ടെങ്കിൽ, അതെനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമേ പറയാറുള്ളൂ. അപ്പം ഞാൻ ബികോം കഴിഞ്ഞ് നിൽക്കുന്ന, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനുമുമ്പ് ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം. ഞാൻ ബികോം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേന് എന്നെ ട്യൂഷൻ പഠിപ്പിച്ച, സ്കൂളിലല്ല ട്യൂഷൻ പഠിപ്പിച്ച ഒരു കണക്ക് പഠിപ്പിച്ച സാറ് വന്നിട്ട് ചോദിച്ചു, ഈ +2 അക്കൗണ്ടൻസി മാത്രം പഠിപ്പിച്ചാൽ മതി, കുറച്ച് പിള്ളേരുണ്ട്, അവരെ ഒന്ന് ജയിപ്പിച്ച് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചുമ്മാ ഒരു കാര്യം ഏറ്റെടുക്കത്തില്ല. ഒരു കൊല്ലത്തേക്ക് ഒരു ബുക്കിനാണ് അങ്ങനെ അക്കൗണ്ടൻസി, ഒരു കൊല്ലത്തേക്ക് ആ ഒരു ബുക്കിന് ഫീസ് അങ്ങനെയാണ് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആലോചിച്ചിട്ട് പറയാം. കാരണം ഞാൻ അവരെ ആ ഫീസ് മേടിച്ചു കഴിഞ്ഞാൽ അവരെ ജയിപ്പിക്കണം, എങ്കിലേ മാത്രമേ ഞാൻ ഏറ്റെടുക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു 2 ദിവസം ആലോചിച്ചിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഈ കുട്ടികൾ ജയിപ്പിക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് കണക്ക് വലിയ പിടുത്തം കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ജയിപ്പിക്കാനുള്ള പ്രധാന ഒരു മാർഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറിയെ പിടിക്കുക, തിയറി ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ കണക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം വരാൻ സാധ്യതയുള്ള ചില കണക്കുകൾ കൂടുതലായിട്ട് ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുക. അപ്പം തിയറി എല്ലാം എഴുതിയെടുത്തു കഴിഞ്ഞാൽ ആ കണക്കൂടാകുമ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യും. എൻ്റെ കണക്കൂട്ടൽ തെറ്റിയില്ല. ആ കുട്ടികൾ, ഒരാൾക്ക് 2nd ക്ലാസ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവർ ജയിക്കുകയും ചെയ്തു. അത് ജയിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചു, അവരത് പഠിച്ച് എഴുതി ജയിച്ചു. അപ്പോൾ അത് പഠിപ്പിച്ചതിലാണ് അതിൻ്റെ കാര്യം. അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ഒരാളുടെ ജീവിതം ഏത് രീതിയിൽ മാറ്റുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല. ഇന്നോളം എൻ്റെ വീഡിയോയിൽ അത് ഞാൻ പല ജീവിതത്തിൽ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുക്കുന്നതിലല്ല, പ്രാക്ടിക്കൽ വിശുദ്ധമാണ്, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവാണ്. അതാണ് വിദ്യാഭ്യാസം. അങ്ങനെയുള്ളവർക്ക് ആ വിദ്യാഭ്യാസം ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ ഡിഗ്രികൾ കുറേ എടുക്കുന്നില്ലെന്നല്ല. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിവുള്ളവനാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഞാനിത് പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലവര തിരുത്തും, അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് മിസ് ചെയ്യരുത്, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആദ്യം പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ അവർക്ക് സ്വന്തമായിട്ട് ധനം ഉണ്ടാക്കാൻ വളരെ കഴിവുള്ളവരാണ്. അവർക്കുണ്ടാകും പണം. പിന്നെ ഇപ്പോൾ ഒരു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ പോലും അവൻ്റെ അച്ഛനും ഒക്കെ ഒരു സാമ്പത്തികവും വരാനുള്ള യോഗവും ഉണ്ടാകും. സാമാന്യമായിട്ട് പറയുന്നതാണ്. ഒരു കാർത്തിക നക്ഷത്രക്കാരൻ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സമ്പത്ത് വരാൻ ഉള്ള ഒരു സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം കാർത്തിക നക്ഷത്രത്തിന് തമിഴ് സിദ്ധ ജ്യോതിഷം അല്ലെ DNA അസ്ട്രോളജി അനുസരിച്ച് വ്യാഴകർമ്മയും ചൊവ്വാകർമ്മയും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭദ്രകാളിയെ, കൃഷ്ണനൊക്കെ വഴിപാട് ചെയ്താൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും അത് മാറി വലിയ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും വരുവാൻ അത് ഉപകരിക്കും.
പിന്നെ ഇവർക്ക് അനുയോജ്യമായൊരു നല്ല തൊഴിൽ മേഖലകൾ എൻജിനീയറിംഗ് ഫീൽഡ് നല്ലതാണ്, ഗവേഷണം സംബന്ധമായ മേഖലകൾ നല്ലതാണ്, ടെക്നിക്കൽ സംബന്ധമായ മേഖലകൾ നല്ലതാണ്, ഫിനാൻസ് സംബന്ധമായ മേഖലകൾ നല്ലതാണ്, ഉയർന്ന ഉദ്യോഗങ്ങൾ വഹിക്കാൻ കഴിവുള്ളവരാണ്, രാഷ്ട്രീയം നല്ലതാണ്. ഇങ്ങനെയുള്ള കഴിവുകളാണ് കൂടുതലായിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇത് മാത്രമേ ചെയ്യാവുള്ളെന്നോ കാർത്തികക്കാർ ഇത് മാത്രമാണ് ചെയ്യുന്നതെന്നോ അതിനർത്ഥമില്ല കേട്ടോ. അപ്പം ചില മേഖലകൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ നക്ഷത്രക്കാരിരിക്കുന്ന വീട്ടിലേക്ക് സമ്പത്ത് വരാൻ യോഗമുണ്ട്. ഇന്നലെ നാളെ വന്നു ചേരും. പിന്നെ ഓരോരുത്തരുടെയും അവരവരുടെ ജനിച്ച സമയം അനുസരിച്ച് വ്യത്യാസം കാണും. അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാരാണെങ്കിലും ചെയ്തു കൊള്ളണം. അപ്പോഴാണ് ആ ഫലങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവപ്പെടുന്നത്. ഇത് സാമാന്യമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. ഈ മകയിരം നക്ഷത്രക്കാർക്ക് സ്വയം പണം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. അതോടൊപ്പം മക്കളിൽ നിന്ന് സമ്പത്തും ഐശ്വര്യം അനുഭവിക്കാൻ യോഗമുള്ളവരാണ്. അപ്പോൾ ഇവരിയ്ക്കുന്നിടത്തേക്ക് ഒന്നുകിൽ ഇവർ പണം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവരുടെ മക്കളുടെ പണമാണെങ്കിലും ഇവരിയ്ക്കുന്നിടത്തേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്പർ 2 മകയിരം നക്ഷത്രം. അപ്പോൾ ഇവർക്ക് തമിഴ് ശുദ്ധ ജ്യോതിഷം DNA അസ്ട്രോളജി അനുസരിച്ച് വ്യാഴകർമ്മയും രാഹു കർമ്മയും ഉണ്ട്. അപ്പം കൃഷ്ണൻ, സർപ്പം, ശിവൻ വഴിപാടുകൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. എന്താണ്? ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ്, അതുപോലെ തന്നെ ബിൽഡിങ് കോൺട്രാക്ട്, ബിൽഡിംഗ് നിർമ്മാണം, അങ്ങനെയുള്ള വർക്കുകൾ. സ്ത്രീകളാണെങ്കിൽ ബ്യൂട്ടീഷ്യൻ, ബ്യൂട്ടി പാർലർ, ഡിസൈനിങ്, അങ്ങനെയുള്ള ഏത് തരം ഡിസൈനിങ് ആണെങ്കിലും അങ്ങനെയുള്ള വർക്കുകൾ. അതുപോലെ പുരുഷന്മാരാണെങ്കിൽ ബിൽഡിംഗ് കോൺട്രാക്ടർ അല്ലെങ്കിൽ ബിൽഡിംഗ് സംബന്ധമായ വർക്കുകൾ. ഇതൊക്കെ വലിയ രീതിയിൽ ധനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വാഹനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സുകൾ, ടെക്നിക്കൽ വർക്ക്സുകൾ. പിന്നെന്തുവാ കണ്ണടച്ചുകൊണ്ട് പറയാം, നേഴ്സിങ് നല്ലതാണ്. എന്ന് വെച്ചാൽ നേഴ്സിങ്ങിന് പോയാലേ അതുകൊണ്ട് ഫലം ഉണ്ടാകത്തുള്ളൂ. ചെറുപ്പത്തിൽ കൂട്ടുകാരൊക്കെ വേറെ കാര്യത്തിന് പോയെന്ന് പറഞ്ഞ് വല്ലതിൻ്റെ പുറകെ പോയാൽ ആ അനുഭവം വരത്തില്ല. ഈശ്വരാധീനം ഉണ്ടാകുമ്പോഴാണ് അവനവന് ചേർന്ന തൊഴിൽ തിരഞ്ഞെടുക്കാൻ തോന്നുന്നത്. അപ്പോൾ ഈശ്വരാധീനം കുറവുള്ളവർ അതിനുവേണ്ട വഴിപാട് ചെയ്ത് ആ ഈശ്വരാധീനം ഉണ്ടാക്കുമ്പോഴാണ് ഈ അനുഭവത്തിൽ വരുന്നത് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. അല്ലാത്തവർക്ക് ഈശ്വരാധീനം ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. ഇതെല്ലാം പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ മകര നക്ഷത്രക്കാർ ഇരിക്കുന്നിടത്തേക്ക് ആ വീട്ടിലേക്ക് പണം വരും. ഒന്നുകിൽ അവരുണ്ടാക്കുന്ന പണം അല്ലെങ്കിൽ മക്കളുടെ പണം ഒക്കെ വരും. അത് അവർക്ക് അനുഭവിക്കാനും യോഗമുണ്ട്. അവരിയ്ക്കുന്നിടത്തേക്ക് സമ്പത്ത് വരാൻ യോഗമുള്ളൊരു നക്ഷത്രമാണ് ഇന്നല്ലേ നാളെ. ഈ മകര നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മധ്യഭാഗം വരെ വളരെ ക്ലേശങ്ങളിലൂടെ അനുഭവിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ്, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരിയ്ക്കുന്നിടത്തേക്ക് പണം വരും. അത് ഇന്നല്ലേ നാളെ. ചിലപ്പോൾ മക്കളുടെ പണമായിരിക്കും. അങ്ങനെ അനുഭവിക്കാൻ യോഗമുള്ളവരാണ്. അപ്പോൾ ഇവരൊരു ഭാഗ്യമാണ്, ഒരു രാശിയുള്ളവരാണ്. അതുപോലെ കാർത്തിക മകയിരം ഇപ്പോൾ 2 നക്ഷത്രക്കാർ പറഞ്ഞു. ഇനിയും പൂരം. ഈ പൂരം നക്ഷത്രക്കാർ സ്വയം പണം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. അവർക്ക് കൺസൾട്ടിങ്, അത് ഏത് തരം കൺസൾട്ടിങ് ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് അഡ്വൈസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ HR മാനേജർ ആയിക്കോട്ടെ, പ്രശ്നങ്ങൾക്ക് പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണാനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ്. അപ്പം ഏത് തരത്തിലുള്ള കൺസൾട്ടിങ് മേഖലകൾ, അത് ഏത് തരം ആയിക്കോട്ടെ, ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഒരു നിയമം കൈകാര്യം ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ആയിക്കോട്ടെ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവർക്ക് കഴിവ് കൂടുതലാണ്. അപ്പോൾ ആ കഴിവ് പ്രയോജനപ്പെടുത്താമെന്നാണ് പറയുന്നത്. അതിന് പറ്റിയ മേഖലകളെല്ലാം പ്രയോജനപ്പെടുത്താം. കഴിവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ കഴിവ് ഉപയോഗിക്കാൻ പറ്റിയ ഏത് മേഖലയും പ്രയോജനപ്പെടുത്താം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവർക്ക് വളരെ ഉണ്ട്. അങ്ങനെയുള്ള മേഖലകളും പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ ടെക്നിക്കൽ മേഖലകൾ ഒക്കെ ഇവർക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. ഇവർക്ക് ഭദ്രകാളിക്കും കൃഷ്ണനും വഴിപാട് ചെയ്താൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇവർക്ക് ജീവിതത്തിൽ ഒരു ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും. സമ്പത്തും ഐശ്വര്യം എന്ന് വെച്ചാൽ അത്രയും വേഗത്തിൽ ഉണ്ടാകുമെന്നല്ല, വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭദ്രകാളി കൃഷ്ണൻ ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി, കൂടുതലൊന്നും ചെയ്യണ്ട. അതിനെ മനസ്സിലാവുന്നുണ്ടോ? ഭദ്രകാളി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭദ്രകാളി കൃഷ്ണൻ വഴിപാടി, ഇപ്പോൾ ഭദ്രകാളി കൃഷ്ണൻ വഴിപാട് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ പറയുന്ന മുഴുവൻ ഏത് ദേവൻ അല്ലെ ദേവതയ്ക്ക് വഴിപാട് ചെയ്യണമെന്ന് പറഞ്ഞാലും ആ ദേവൻ്റെ അല്ലെ ദേവതയുടെ ഇഷ്ടനിവേദ്യം എണ്ണമാല അർച്ചന, പിന്നെ സാമ്പ്രാണി, നെയ്വിളക്ക്, ഇത്രയും ചെയ്താൽ ഫലമായി കേട്ടോ. അതിൽ പറ്റുന്നത് ചെയ്യുക. ഈ പറയുന്ന എല്ലാം അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ ഭദ്രകാളിക്ക് എന്നാ ചെയ്യണം, കൃഷ്ണൻ എന്നാ ചെയ്യുന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ പറയുന്നതെല്ലാം എണ്ണ, മാല, അർച്ചന, ഇഷ്ടനിവേദ്യം, നെയ്വിളക്ക്, ഒരു കൂടി സാമ്പ്രാണി, അതാണ് കേട്ടോ. കൃഷ്ണനാണെങ്കിലും ഭദ്രകാളിക്കാണെങ്കിലും. ഇനി കൃഷ്ണനാണെങ്കിൽ വ്യാഴാഴ്ച, ഭദ്രകാളിക്കാണെങ്കിൽ വെള്ളിയാഴ്ച, എല്ലാം രാവിലെ ഒരു 6-നും 6:30 ഇടയ്ക്ക് ചെയ്യണം. ശിവനാണെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 6-നും 6:30 ഇടയ്ക്ക്, പിന്നെ ശനിയാഴ്ചയും ചെയ്യാം. അത് മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഈ പറയുന്നതല്ല. ഇനി ഓരോന്നിനും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രം ചോതിയാണ്. ഇവരിയ്ക്കുന്നിടത്തേക്കും പണം വരും. ഇന്നല്ലേ നാളെ വരും.
അപ്പം കാർത്തിക, മകയിരം, പൂരം 3 പറഞ്ഞു. ഇനിയും ചോതി. ഈ നക്ഷത്രക്കാരിരിക്കുന്നിടത്തേക്കും പണം വരും. ഇവർ സ്വയം പണം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ മക്കൾ, ഇവരിരിക്കുന്നിടത്തേക്ക് മക്കൾക്കാണെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടായി പണം വരാൻ ഒരു യോഗമുള്ളവരാണ്. മക്കളെ കൊണ്ടും സാമ്പത്തിക അനുഭവങ്ങൾ ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. അപ്പം ഇവർക്ക് ശനി കർമ്മയും ചൊവ്വ കർമ്മയുമാണ് DNA ആസ്ട്രോളജി തമിഴ് സിദ്ധ ജ്യോതിഷം വെച്ചുള്ളത്. അപ്പം ശിവന് വഴിപാട് ചെയ്യുന്ന നല്ലതാണ്, ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുന്ന നല്ലതാണ് കേട്ടോ. ഇനിയും ഇവർക്ക് ടെക്നിക്കൽ സംബന്ധമായ തൊഴിലുകൾ നല്ലതാണ്. കച്ചവടങ്ങൾ, ഇപ്പോൾ ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ്, ഇപ്പോൾ ഒരു ആക്രി ബിസിനസ്, എല്ലാവരും വിചാരിക്കുക അത് ആക്രി തന്നെ വീട് നടന്ന് ആക്രി എടുത്ത് തന്നെ കിട്ടും. പക്ഷേ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് ചിലപ്പം അവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്. അവർ വീട് നടന്ന് വില കുറച്ച് ആക്രി എടുത്തിട്ട് വലിയ ലാഭത്തിൽ വിൽക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെ മറ്റുള്ളവർ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ചിന്തിക്കാനും ബിസിനസ് ചെയ്യാനും കഴിവുള്ളവരാണ് ചോദ്യ നക്ഷത്രക്കാർ. ആക്രി എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ബിസിനസ്സുകളെ, റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളെ, സ്ഥലക്കച്ചവടം, ഇവർക്ക് അറിയാം കച്ചവടം സ്ഥലം എങ്ങനെ ലാഭത്തിൽ വിൽക്കണമെന്നൊക്കെ ഇവർക്ക് നല്ല ബോധ്യം. അങ്ങനെയുള്ള കാര്യങ്ങളെ, ടെക്നിക്കൽ മേഖലകളെ ഒക്കെ നല്ലതാണ് ഇവർക്ക് ചോദ്യ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇവരിയ്ക്കുന്നിടത്തേക്ക് ഏത് വിധേനയും പണം ഇന്നലെ നാളെ വരിക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ മതി, ഏത് നക്ഷത്രക്കാരാണെങ്കിലും. കാരണം അവർ ജനിച്ച സമയം വെച്ച് ചില ഗ്രഹസ്ഥിതി കൊണ്ട് ചില ദോഷങ്ങൾ ഉണ്ടാകാം. അതിന് ഈ പറയുന്ന വഴിപാടുകളെ ഓരോ നക്ഷത്രക്കാർക്കും ശിവനെ, ഭദ്രകാളി, ഇങ്ങനെ ആർക്കൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അത് ചെയ്താൽ മതി. അപ്പോൾ തടസ്സങ്ങൾ മാറി പണം വന്നോളും. അങ്ങനെ എല്ലാ നക്ഷത്രക്കാർക്കും അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഇനിയും പറയാൻ പോകുന്നത് ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രക്കാരിരിക്കുന്നിടത്തേക്കും പണം വരും ആ വീട്ടിലേക്ക്. ഇവർക്ക് സ്വയം ധനം ഉണ്ടാക്കാനും വളരെ കഴിവുള്ളവരാണ്. ഇവർക്ക് കണ്ണടച്ചോട് പറയാൻ പറ്റും, വാഹന സംബന്ധമായ തൊഴിലുകൾ, ഫുഡ് സംബന്ധമായ തൊഴിലുകൾ, അതുപോലെ ടെക്നിക്കൽ സംബന്ധമായ തൊഴിലുകൾ, ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ, കലാമേഖലകൾ ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ അത് കഴിവ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് വ്യാഴകർമ്മയും രാഹുകർമ്മയുമാണ് DNA ആസ്ട്രോളജി അനുസരിച്ച്, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച്. അപ്പം കൃഷ്ണപ്രീതി, സർപ്പപ്രീതി വരുത്തിയാൽ മതി. കൃഷ്ണപ്രീതി, സർപ്പപ്രീതി ജീവിതത്തിൽ വളരെ മാറ്റം വരും. പിന്നെ ശിവപ്രീതിയും കൂടെ, ശിവന് ഞായറാഴ്ച വഴിപാട് ചെയ്താൽ ഇവർക്ക് വലിയ മാറ്റം വരും കേട്ടോ. ഇനിയും പറയാൻ പോകുന്നത് അവിട്ട നക്ഷത്രമാണ്. ഈ അവിട്ട നക്ഷത്രക്കാർക്ക് ഇവർ ഇരിക്കുന്നിടത്തേക്ക് ധനം വരും. ചിലപ്പോൾ ഇവർ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കും. അതല്ലെങ്കിൽ ഇവരുടെ മക്കളുടെ പണമായിരിക്കും. അതൊക്കെ ഇവരിയ്ക്കുന്നിടത്ത് ഇവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം മക്കളുണ്ടാക്കുന്ന ഒരു വലിയ വീടായിരിക്കും, അല്ലെങ്കിൽ മക്കളുണ്ടാക്കുന്ന ആ അനുഭവങ്ങളൊക്കെ ഇവരിയ്ക്കുന്നിടത്ത് ഇവരുടെയും കൂടെ ഒരു രാശിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? ഇവർക്കത് അനുഭവിക്കാൻ യോഗം ഉള്ളതുകൊണ്ടാണ് ഇവരിയ്ക്കുന്ന വീട്ടിലേക്ക് പണം വരുന്നത്. ഈ പറയുന്ന നക്ഷത്രക്കാരെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം അവർക്ക് ശനികർമ്മയും ചൊവ്വകർമ്മയുമാണ് തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് കർമ്മ ബേസ് ആയിട്ടുള്ളത്. അപ്പം ശിവനും ഭദ്രകാളിക്കും വഴിപാട് ചെയ്യുക, മുരുകനൂടെ ചെയ്യുക, പെട്ടെന്ന് ജീവിതം മാറും. മുരുകനാണെങ്കിൽ ചൊവ്വാഴ്ചയാണ് കേട്ടോ വഴിപാട് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പിന്നെ ഇവർക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടെക്നിക്കൽ മേഖലകളെ ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇപ്പം ഒരു ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള മേഖലകളും ഒക്കെ നല്ല തന്നെയാണ്. ഇവർക്ക് മക്കളെ കൊണ്ട് മക്കളുടെ സമ്പത്ത് അനുഭവിക്കാനും, എന്നുവെച്ചാൽ ഇവരിയ്ക്കുന്നിടത്തേക്ക് ഇവരുടെ മക്കൾ, ഇവരുടെ ഒരു രാശിയും കൂടാണ്. ഇവരുടെ മക്കൾ പോയി രക്ഷപ്പെട്ട് വലിയ സമ്പത്ത് ഉണ്ടാകാനും അത് അനുഭവിക്കാനും ഒക്കെ, അതായത് ഇവരിയ്ക്കുന്നിടത്തേക്ക് പണം വരും. അങ്ങനെ യോഗമുള്ളവർ തന്നെയാണ് കേട്ടോ. ഇനിയും രേവതി. ഈ രേവതി നക്ഷത്രക്കാരും ഇരിക്കുന്നിടത്തേക്ക് പണം വരും. അവർക്ക് വ്യാഴകർമ്മയും ചൊവ്വാകർമ്മയുമാണ്. ഭദ്രകാളിയും കൃഷ്ണനും വഴിപാട് ചെയ്താൽ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും. ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ മേഖലകൾ, അത് ഏതുതരം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നല്ലതാണ്. കലാമേഖലകൾ, ടെക്നിക്കൽ മേഖലകൾ, ടീച്ചിങ് മേഖലകൾ, മെഡിസിന്, ഇതൊക്കെ ഇവർക്ക് നല്ലത് തന്നെയാണ്. ഇവർക്ക് സ്വയം പണം ഉണ്ടാക്കാൻ വളരെ കഴിവുള്ളവരാണ്. പിന്നെ ഇവരിയ്ക്കുന്നിടത്തേക്ക് ഏത് വിധേനയും പണം വരുവാനും അനുഭവിക്കാനും ഒരു സാധ്യതയുള്ള ഒരു യോഗമുള്ള നക്ഷത്രം തന്നെയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനിയും പറയാൻ പോകുന്നത് പണം ഉണ്ടാക്കും, പക്ഷേ ആ പണം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളാണ്. അതായത് അതിനു മുമ്പ് ഒരു കാര്യം പറയാം. പറ്റിക്കപ്പെടാൻ, പണം ഉണ്ടാക്കും അത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങൾ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ആദ്യം പറയുന്ന പൂരമാണ്. കൂട്ടുകാർ മുഖേന ഈ സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് പൂരം. എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല പറയുന്നത്.
അവനവൻ ജനിച്ച ഡേറ്റ് അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരും. ഇതൊക്കെ സാമാന്യ ഫലമാണ്, എങ്കിലും അറിയുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവും. ആ നിലയിലാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. അപ്പം സാധ്യതകളാണ് പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കുക. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. പൂര നക്ഷത്രക്കാർക്ക് ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഒരു പൂര നക്ഷത്രക്കാരന് അവനോട് അവൻ്റെ കൂട്ടുകാർ വന്നേച്ച് പറയുകയാണ്, എടാ ഇന്നടത്ത് ഒരാളുണ്ട്, ഗൾഫിൽ കൊണ്ടുപോകും അല്ലെ മാൾട്ടായി കൊണ്ടുപോകും, നീ 5 ലക്ഷം കൊടുക്കുക, അവിടെ ചെന്നാൽ നിനക്ക് 1.25 ലക്ഷം രൂപ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ നിനക്ക് 2 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഇവൻ കേട്ട വാതി കേൾക്കാത്ത വാതി കൊണ്ട് ആ പുള്ളിയുടെ അടുത്ത് വന്ന്, ചേട്ടാ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പം പറയും, ശരി മോനെ നിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്താ എന്ന് പറഞ്ഞു, ഞാനിപ്പോൾ ഇത് അയക്കുക, നീ പൈസ റെഡിയാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് അഡ്വാൻസ് മേടിച്ചു, പിന്നെ കുറച്ച് അഡ്വാൻസ് മേടിച്ചു. ഇവനെ ഇട്ട് ഇങ്ങനെ നടക്കും. ചിലപ്പോൾ ഇത് ശരിയാകണമെന്നില്ല, ഇത് ചിലപ്പോൾ തട്ടിപ്പോവായിരിക്കും. ഇങ്ങനെ അവരും പറയുന്നത് കേട്ട് കൂട്ടുകാർ മുഖേനയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ സാധ്യത എന്നാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെ നഷ്ടപ്പെടുമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ചിലർക്കെങ്കിലും സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് പൂര നക്ഷത്രക്കാർ. പണി വരുന്നത് ഇതുപോലെ കൂട്ടുകാരും അവരും പറയുന്നിടത്ത് പോയി ആലോചിച്ച് അന്വേഷിച്ച് ചെയ്താൽ കുഴപ്പമില്ല. അല്ല അതുകൊണ്ട് തട്ടിപ്പുകാരെ തന്നെ കൊണ്ട് അവർ ചിലപ്പം പൈസ കൊടുക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, ഒഴിവാക്കാം. പിന്നെ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുക, അമ്മയുടെ കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്യുക. കുടുംബദേവതയെ പിടിച്ചാൽ മതി, ഒരാപത്തും ചാടത്തില്ല. പിന്നെ കൃഷ്ണന് വഴിപാട് ചെയ്യുക, ഒരാപത്തും വരത്തില്ല കേട്ടോ. ഇനിയും പറയാൻ പോകുന്ന മൂല നക്ഷത്രക്കാർക്ക് പണി വരുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഇവരെ പെട്ടെന്നൊന്നും പറ്റിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇവർക്ക് പണി വരുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ഇവർക്ക് കഴിവുള്ളവരാണ്. അപ്പോൾ ഇവരുടെ ഒരു സുഹൃത്ത് അല്ലെ ആരെങ്കിലും അടുത്ത് കൂടിയിട്ട് പറയും, എൻ്റെ ഇച്ചിരി പൈസയുണ്ട് അതൊന്ന് സൂക്ഷിക്കാവോ, അല്ലെ എൻ്റെ ഇച്ചിരി സ്വർണ്ണമുണ്ട് അതൊന്ന് സൂക്ഷിക്കാവോ, അല്ലെ എൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട് അതൊന്ന് സൂക്ഷിക്കാവോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കൊടുക്കും. ലാസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ പറയും, ഞാൻ ഇത്രയും പൈസയല്ല തന്നത്, ഞാൻ കുറച്ചുകൂടെ പൈസ തന്നായിരുന്നു എന്നും പറഞ്ഞ് ഇവരെ ചിലപ്പം പറ്റിക്കപ്പെടാം. അല്ല ഞാൻ ഇത്രയും സ്വർണ്ണമല്ല തന്നത്, കുറച്ചുകൂടി ഞാൻ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള ഇവർക്ക് ഇങ്ങനെയാണ് ചിലപ്പം പണികൾ വരുന്നത്. അപ്പോൾ അത് ആരുടെയും സൂക്ഷിക്കാനൊന്നും മേടിക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ പൂരനാളുകാരും വീട്ടിലറിഞ്ഞിട്ട് എന്തും ചെയ്യാവുള്ളൂ, ആലോചിച്ച് അന്വേഷിച്ച്. ഇപ്പോൾ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, ഭാര്യ അറിയാതെ അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ ആർക്കും സ്വർണം കൊടുക്കുക, പണം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇത് മനസ്സിലാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. മനസ്സിലായല്ലോ? സമാധാനമായിട്ട് ജീവിക്കുക, ഒരു പൈസ നഷ്ടപ്പെടുത്തുമില്ല. വല്ലവനും കൊണ്ട് പൈസ കൊടുത്തിട്ട് പിന്നെ അതും കരഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കൊടുക്കാതിരുന്നാൽ അല്ലെ നമ്മളെ ഒരു ആപത്തിൽ ചെന്ന് ചാടാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്ന് കരുതി നല്ല രീതിയിലുള്ള അത്യാവശ്യക്കാരൻ ഒരുത്തനാണ് പണം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നല്ല രീതിയിലുള്ള ആളായിരിക്കണം. അങ്ങനെ ബോധ്യമുള്ളവർക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. ഒരു അത്യാവശ്യക്കാരനാണ്, ഒരു പെണ്ണിനെ മോളെ കെട്ടിക്കണം, അപ്പോൾ അവർ തിരിച്ചു തരുന്നവരാണ്, അങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ആലോചിച്ച് അന്വേഷിച്ച് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. കഴിവതും ഇത്തരം കാര്യങ്ങൾക്ക് പോയി ചാടാതിരിക്കുക, അതാണ് മൂലനാളുകാർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ അവർക്ക് ഗുണമുണ്ടാകും. പിന്നെ ഇവർ ഭദ്രകാളിയെ, കൃഷ്ണനെ വഴിപാടുകൾ ചെയ്താലും സർപ്പത്തിന് വഴിപാടുകൾ ചെയ്താലും ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളും ഉണ്ടാകാതെ ഇവരുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കുമെന്നല്ല പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ ജനിച്ച സമയം വെച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. ഇത് സാമാന്യ ഫലങ്ങളാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മാത്രം ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ പരിഹാരങ്ങളും പറയുന്നുണ്ട്. ഇത് അറിയുന്നുണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. നിങ്ങൾ അത്ര പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും, ലക്ഷങ്ങൾ ചിലപ്പം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇനി പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർ. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് കൂടുതലും കൂട്ടുകാർ മുഖേനയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട്, സൗഹൃദങ്ങൾ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഭാര്യ ഭർത്തൃ കുടുംബത്തിലുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വെളിയിൽ പോയി പറയരുത്. ആരെങ്കിലും മുതലെടുക്കാൻ സാധ്യത കൂടുതലാണ് തിരുവാതിരക്കാർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവരിച്ചിരി ഉദാര മനസ്കരാണ്. അതുകൊണ്ട് പണം കൊടുത്താലും കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്കേ കൊടുക്കാവുള്ളൂ, അല്ലെ ആ പണം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇവർ കൃഷ്ണനെ, ശിവനെ ഒക്കെ വഴിപാട് ചെയ്താലും, അതുപോലെ ഭദ്രകാളിയമ്മയ്ക്ക് വഴിപാട് ചെയ്താലും, കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്താലും ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായി വരുമെന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് പുണർന്ന നക്ഷത്രക്കാരാണ്. പുണർന്ന ആളുകാർക്ക് കൂടുതലും പണം എവിടെയെങ്കിലും, ഇപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നു പറയുക, ഷെയറിൽ കൊണ്ട് പൈസ ഇട്, നല്ല ലാഭമാണ്. അപ്പോൾ ഇവർ പലതവണ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ വിചാരിക്കും, എടാ ഇത് ഭയങ്കര ലാഭമാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ ഇങ്ങനെ കാണിക്കും, എനിക്ക് ഇന്ന ലാഭം കിട്ടി, ഇത്ര വർഷം ലാഭം കിട്ടി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മിക്കവാറും ആളുകളെ പറ്റിക്കപ്പെടുന്നത്. ഞാനിപ്പോൾ ഒരു പൈസ, ഇപ്പോൾ ചിലരോട് ഞാൻ ഇന്ന് ഷെയറിൽ പൈസ കിട്ടു, എനിക്ക് ഇത്ര ലാഭം കിട്ടി, ഇവർ പറയുന്നതെല്ലാം വിശ്വസിക്കും. അപ്പം പുണർന്ന ആളുകാരൻ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അവൻ ശരിയായിരിക്കുന്നു.
അവരെന്നാണെങ്കിൽ വീട് സ്ഥലം വിട്ടിട്ട് ചിലപ്പോൾ ആ പൈസ കൊണ്ട് ഷെയറിൽ കൊണ്ടുപോകണം. ലാസ്റ്റ് വീടുണ്ടോ സ്ഥലമുണ്ടോ അതില്ല, ഷെയർ ഉണ്ടോ അതില്ല. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പണം വലിയ രീതിയിൽ നിക്ഷേപിക്കുന്ന കാര്യങ്ങളിൽ ആലോചിച്ച് അന്വേഷിച്ച് ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ഞായറാഴ്ചകളിൽ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഭഗവാന് വഴിപാടുകൾ ചെയ്താൽ വളരെ ഐശ്വര്യമാണ്. അതുപോലെ കറുത്തബാബുന് ഭദ്രകാളിക്ക് വഴിപാടുകൾ ചെയ്യുക. വഴിപാടെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എണ്ണ, മാല, അർച്ചന, ഇഷ്ടനിവേദ്യം, സാമ്പ്രാണി, നെയ്വിളക്ക്. ഇതിൽ പറ്റുന്ന ചെയ്താൽ മതി. എല്ലാം കൂടെ ചെയ്യണമെന്നില്ല, എല്ലാം കൂടെ ചെയ്യാൻ പറ്റുവാണ് നല്ലത്. ഇനിയും പറ്റുന്ന ചെയ്യുക. ഇതിനകത്ത് ഇത്രയും വഴിപാട് പറഞ്ഞതിനകത്ത് ചില രഹസ്യമുണ്ട്. ധൂപ, ദീപ, ഹാര, നിവേദ്യം. ധൂപം സാമ്പ്രാണി, പുക വരുന്നത്. ദീപം നെയ്വിളക്ക്, പിന്നെ ഹാരം മാല, പിന്നെ ഇഷ്ടനിവേദ്യം. അങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഇപ്പോൾ ആവശ്യം പോലെ ചെയ്യുക. അപ്പം ഇനി ശ്രദ്ധിക്കേണ്ട പൂരാട നക്ഷത്രക്കാർ. പൂരാട നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, പൂരാട നക്ഷത്രക്കാർ പേര് കുറേ സ്ഥലവും വീടും ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരുടെ ചിലപ്പം മക്കളായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം, അല്ല ചിലപ്പം ഇവരുടെ സഹോദരങ്ങളായിരിക്കും, ആരും ആയിരിക്കാം. വന്നു വെച്ച് പറയുകയാണ്, ഞങ്ങൾക്കൊരു ലോൺ എടുക്കണം, ഈ ഞങ്ങളുടെ പേരിൽ ഒന്ന് ആക്കിത്തരാം. ചിലപ്പം അടുത്ത ചിലപ്പം സന്താനങ്ങളായിരിക്കും, ആരും ആയിരിക്കും, അടുത്ത ഏതെങ്കിലും ഒരു റിലേഷനാണെന്ന് ചോദിച്ചാൽ, അല്ലെ സന്താനങ്ങളൊക്കെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞ് ഞങ്ങളിത് അത് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് എഴുതി തന്നേക്കാം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ സ്ഥലം പേര് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചു വേണം. കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. കൊടുക്കണമെന്ന് കൊടുക്കേണ്ടത് ഞാൻ പറയത്തില്ല. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പോൾ നഷ്ടപ്പെടാം. അത് ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവർക്കും ഇങ്ങനെ വരുമെന്നല്ല പറയുന്നത്. നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുക, അത്രയും പറയത്തുള്ളൂ. ചെയ്യുകയോ ചെയ്യാതിരിക്കുമോ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഗുണമുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പൂരാടം ഭദ്രകാളിയെ മുറുക്കെ പിടിച്ച ജീവിതത്തിൽ ഭദ്രകാളി കൃഷ്ണൻ നിങ്ങളുടെ കുടുംബദേവത, അച്ഛൻ്റെ അമ്മയുടെ കുടുംബദേവത മുറുക്കെ പിടിച്ച ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഒരാപത്തുകളിലും പോയി ചാടത്തില്ല കേട്ടോ. ഇനിയും വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില നാളുകൾ. ആദ്യം പറയുന്ന മകമാണ്. ഇവർ ജീവിതത്തിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ഒരു കുറേ മധ്യവയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഒരു ഭാര്യ ഭർത്തൃ ഐക്യങ്ങൾ കുറയാം. ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കാം. ചിലർക്ക് ചിലപ്പോൾ ഡൈവോഴ്സ് ഉണ്ടാകാം, ചിലർക്ക് അത് ഉണ്ടാകണമെന്നില്ല. എങ്കിലും ഒരു ദാമ്പത്യ ഐക്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതിൽ ഒരു കാരണം ഇവരുടെ ചില പിടിവാശികളും ഒക്കെ തന്നെയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈശ്വരനെ വിളിക്കുക. വഴിപാട് ഇത് മൊത്തം പറഞ്ഞിട്ട് ഈ വേറെ നാളുകാരുണ്ട് വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, അതുകൂടെ പറഞ്ഞിട്ട് പരിഹാരം പറഞ്ഞുതരാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് പോവുക, അഡ്ജസ്റ്റബിൾ ആകുക, അത്രയേ ഉള്ളൂ. ഇനി ചതയം നാളുകാരും അവർ ചില പിടിഭാഷകളും ഒക്കെ വിവാഹ ജീവിതത്തിൽ കൂട്ടുകാരോടൊക്കെ വലിയ സ്നേഹമായിരിക്കും, നാട്ടുകാരോടും സ്നേഹമായിരിക്കും, കാണുമ്പോഴൊക്കെ വളരെ സ്നേഹത്തിലായിരിക്കും, ഭവ്യതയിലായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ കല്യാണം കഴിച്ചാലും ഭാര്യയായിട്ട് ചിലപ്പോൾ അത്ര ഭവ്യതയൊന്നും കാണത്തില്ല. ചിലപ്പം ചില പിടിവാശികളും, എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, ചിലർക്കെങ്കിലും സാമാന്യ ഫലമാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആണെന്നൊന്നും ഇതിനർത്ഥമില്ല. ഇതെല്ലാം അങ്ങനെ പറയും, സാമാന്യ ഫലങ്ങളാണ്. അപ്പോൾ ചിലപ്പം ചില പിടിവാശികൾ കൊണ്ട്, അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഭാര്യ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഇനി ഭാര്യയാണ് ഭർത്താവ് എങ്ങനെ ചെയ്യാവുള്ളൂ, ഇങ്ങനെ ചില പിടിവാശികൾ കൊണ്ടൊക്കെയാണ് ഈ നാളുകാരെ ശ്രദ്ധിക്കണം. വിവാഹ ജീവിതം അഡ്ജസ്റ്റബിളായിട്ട് പോകണം. പിന്നെ മകയിരം നാളുകാർ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഒരു ദാമ്പത്യപരമായ ഒരു വേർപാടുകളോ ഐക്യക്കുറവോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സാഹചര്യമോ ഒക്കെ ഉണ്ടാകാം. സാധ്യതകളാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് അർത്ഥമില്ല. ജനിച്ച സമയം അനുസരിച്ച് എല്ലാവരും വ്യത്യാസം വരും. ഇത് സാമാന്യമായിട്ടുള്ള ചില ഫലങ്ങളാണ് പറയുന്നത്, സാധ്യതകളാണ് പറയുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. വിശാഖം നാളുകാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ചില സ്വഭാവങ്ങളുണ്ട്. ഇപ്പോൾ അവർ ഇരിക്കുന്നിടത്ത് കൊണ്ട് ചായ കൊടുക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഫുഡ് കൊടുക്കണം. അവരൊന്നും അങ്ങോട്ട് പോയി എടുക്കത്തില്ല. എല്ലാം അവരിങ്ങനെ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കും. അത് ചെയ്ത്. പക്ഷെ ചിലപ്പോൾ എല്ലാ വീട്ടിലെ ഭാര്യയ്ക്കൊന്നും, അല്ല ഭാര്യയ്ക്കാണ് ഭർത്താവ് വിശാഖമാണ്, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഭാര്യ വിശാഖമാണ്, ഭർത്താവിന് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ ഓർഡർ ഇടുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അങ്ങനെയുള്ള ചില കമാൻഡിങ് പവർ ഉള്ളവരാണ്. അവരിങ്ങനെ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് ആജ്ഞാപിച്ചിരിക്കുന്ന കൂടി വന്നു കഴിയുമ്പം, അല്ലെ ചില പിടിവാശികൾ കൂടി വന്നു കഴിയുമ്പോൾ ചിലപ്പം ജീവിതത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. നമനവും വിചാരിക്കുന്ന പോലെയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ ഒരു കുഴപ്പമില്ല ഈ നാളുകാർക്കെല്ലാം. പിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ. പൂരാടം നാൾ വെറുതെ എന്നാളും, പക്ഷേ കുറേ കഴിയുമ്പം ഭാര്യ ഭർത്തൃ ഒരു ഐക്യത്തിൽ ചെറിയ വിള്ളലുകൾ വരാൻ സാധ്യത കൂടുതലാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല.
ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ ഒഴിവാക്കുക, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ നാൾ, ഇത്രയും നാളിൻ്റെ അങ്ങനെ തന്നെയാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇനിയും മകം, ചതയം, മകേരം, വിശാഖം, പൂരാടം ഈ നാളുകാരുടെ കാര്യം ഇപ്പം പറഞ്ഞു. അപ്പോൾ ഇവർ വഴിപാട് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ ഒരു 6-നും 6:30-ക്കും ഇടയ്ക്ക് ഭർത്താവാണെങ്കിൽ കൂടുതൽ പ്രശ്നമെങ്കിൽ ഭർത്താവിൻ്റെ പേര് ജലധാര മൃത്യുഞ്ജയാർച്ചന, ഭാര്യയാണ് പ്രശ്നമെങ്കിൽ ഭാര്യയുടെ പേര് ജലധാര മൃത്യുഞ്ജയാർച്ചന. ഇത് രണ്ടുപേരുടെയും പേര്, ഭാര്യയും ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിച്ച ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ലതായിട്ട് ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനിയും പറയാൻ പോകുന്നത്, എപ്പോഴും പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചില നാളുകളുണ്ട്. എപ്പോഴും പ്രതിസന്ധികൾ, എന്ത് ചെയ്താലും അവർക്ക് എപ്പോഴും പ്രതിസന്ധി ആയിരിക്കും, അവർക്ക് എപ്പോഴും നെട്ടോട്ടമായിരിക്കും. അങ്ങനെ ചില നാളുകളുണ്ട്. നമ്പർ 1 പൂയം. അവർക്ക് എപ്പോഴും പ്രതിസന്ധി ആയിരിക്കും, എപ്പോഴും നെട്ടോട്ടമായിരിക്കും. അവരങ്ങനെ ഒരു ഫ്രീ ആകാതെ സ്വസ്ഥമാകുന്ന ഒരു സാഹചര്യം കുറവാണ്. അവർ പലപ്പോഴും അവർക്ക് വേണ്ടി ചിലപ്പം വളരെ ബാധ്യതകളെടുത്ത് തലയിൽ വെക്കും. ബന്ധുക്കൾക്ക് വേണ്ടി, അല്ലെ മക്കൾക്ക് വേണ്ടി, അല്ലെ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും ബാധ്യതകളെടുത്ത് ചിലപ്പം തലയിൽ വെക്കും. അതിനുവേണ്ടി എല്ലാം ഓടും. എപ്പോഴും പ്രതിസന്ധികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം അവർക്ക് ജീവിതത്തിൽ മാറ്റം വരാൻ ഭദ്രകാളി, ശിവൻ, കൃഷ്ണൻ വഴിപാടുകൾ ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതം മാറും, ഒരു സംശയം വേണ്ട. അത് ചെയ്യുക. പിന്നെ ഇവർക്ക് ഫുഡ് സംബന്ധമായിട്ടുള്ള, ഫിനാൻസ് സംബന്ധമായിട്ടുള്ള മേഖലകളും സർവീസിങ്, ഫുഡെന്ന് പറഞ്ഞാൽ ഒരു സർവീസിങ് കൂടാണ്, അതുപോലെ സർവീസിങ് മേഖലകളും വളരെ നല്ലതാണ്. പിന്നെ അത്തം നാളുകാർക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ഏറ്റവും നല്ല ഡിസൈനിങ് മേഖലകളാണ്. ഒരു ആർട്ടിസ്റ്റിക്കലായിട്ട്, എന്നുവെച്ചാൽ ഒരു കലാപരമായിട്ടുള്ള ഡിസൈനിങ്, ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ഒരു അത്തംകാരന് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തണമെങ്കിൽ ഒരു കല്യാണം അവനെ ഏൽപ്പിച്ച് അവൻ ഉദ്ദേശിക്കാണ്ട് ഭംഗിയായിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവർക്ക് ഒരു അത്തനാളുകാരൻ ഒരു ഒരു ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അവർ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഡിസൈനിങ് എബിലിറ്റി ഇവർക്ക് വളരെ കൂടുതലാണ്, ഡിസൈനിങ് കഴിവ് വളരെ കൂടുതലാണ്. അപ്പം അതുപോലെ തന്നെ ഫിനാൻസ് മേഖല നല്ലതാണ്, ടെക്നിക്കൽ മേഖല നല്ലതാണ്. പിന്നെ ഈ ഒരു കഴിവ് കൂടുതലായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് മനസ്സിലാക്കുന്നവർക്ക്, അനുഭവത്തിലുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുക, പരിഹാരങ്ങൾ ചെയ്യുക, കൂടുതൽ പ്രയോജനപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് എപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളായിരിക്കും. അത് ഇവർക്ക് വേണ്ടിയായിരിക്കും, ഇവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഇപ്പോൾ ഒരു പെങ്ങളുണ്ടെങ്കിൽ ആ പെങ്ങളെ കെട്ടിച്ചു വിട്ടു, ആ പെങ്ങൾക്ക് എല്ലാം കൊടുത്താലും പിന്നെയും ചിലപ്പം പ്രതിസന്ധികളായിരിക്കും. അതിന് ഇവരോട് സഫർ ചെയ്യേണ്ടി വരും. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏത് വിധേന ആയിക്കാലും ഇവർക്ക് എന്തെങ്കിലും അല്ല ചിലപ്പം ഇവരൊന്ന് നേരെ നിൽക്കാൻ കുറച്ച് സമയം എടുക്കുക. അത് അല്ലേ തന്നെ ഇവർക്ക് സാമ്പത്തികം ഉണ്ടായാലും അത് അതേപടി വേറെ രീതിയിൽ ചിലവായിപ്പോൾ. അപ്പോൾ അതിന് കൃഷ്ണനെ മുറുക്കെ പിടിച്ചാൽ മതി, ഭദ്രകാളി വഴിപാട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്ത നാളുകാർ രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. വെള്ളി, വ്യാഴം ദിവസങ്ങളിൽ വ്യാഴം കൃഷ്ണനും വെള്ളി ഭദ്രകാളിക്ക് ആവർത്തിക്കണം. പിന്നെ കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്യണം. പിന്നെ ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. അപ്പം ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗുരുവായൂർ, അമ്പലപ്പുഴ, ഞാൻ 1-2 പേര് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ഏത് ക്ഷേത്രത്തിലും പോകാം. പിന്നെ ഭദ്രകാളിയിലാണെങ്കിൽ ചോറ്റാനിക്കര, ചൊട്ടികുളങ്ങര, ഞാൻ 1-2 ക്ഷേത്രം പറഞ്ഞതേ ഉള്ളൂ. ഏത് ക്ഷേത്രത്തിൽ വേണം പോകാം. ചൈതന്യം കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന അത് മാസത്തിൽ ഒന്നെങ്കിലും പോകണം. പെട്ടെന്ന് ജീവിതം മാറും. കൃത്യം കാര്യമാണ് പറഞ്ഞിരുന്നത്. കാരണം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്തവർക്ക് അതിൻ്റെ ജീവിതം മാറിയിട്ടുണ്ട്. ഞാനൊരു കാര്യം വെറുതെ പറയാറുള്ളൂ, നമ്മൾ പ്രാക്ടിക്കലായിട്ടൊരു ബുദ്ധി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിലാണ് കാര്യം. അല്ലാതെ നമ്മളിപ്പോൾ എത്ര കാര്യങ്ങൾ അറിയാവുന്നോ അല്ലെ എത്ര പഠിത്തം ഉണ്ടെന്നൊന്നും അല്ല. പ്രാക്ടിക്കൽ വിസ്ഡമാണ് ജീവിതം മാറ്റുന്നത്. അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ നിലയിലാണ് പറഞ്ഞിരുന്നത്. കൃത്യം ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയും പറയാൻ പോകുന്ന നാള് അനിഴമാണ്. അനിഴ നാളുകാർക്കും പലപ്പോഴും പ്രതിസന്ധികളായിരിക്കും. അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്തൊരു തകർച്ച ഉണ്ടാകുന്നത്. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ അടുത്ത എന്തെങ്കിലും തകർച്ച, ഒരു അനുഭവങ്ങൾ വരാം. അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇവർ കൃഷ്ണനെ വിളിച്ചാൽ, കൃഷ്ണന് ചില വഴിപാടുകൾ ചെയ്താൽ വ്യാഴാഴ്ച പെട്ടെന്ന് മാറ്റം വരും. ചില വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അതിന് എടുത്ത് പറയേണ്ട കാര്യമില്ല. വ്യാഴാഴ്ച കൃഷ്ണനെ ചെയ്യുക, 1-ാം തീയതി കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക, വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുക, കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം ഭദ്രകാളിക്ക് പോയി വഴിപാട് ചെയ്യുക. ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആയില്യം നക്ഷത്രം. ഇവർ പൈസയൊക്കെ ഉണ്ടാക്കും, പക്ഷേ അത് നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരു സ്ഥിരത, സാമ്പത്തിക സ്ഥിരതയ്ക്ക് ചിലപ്പോൾ ഒരു തടസ്സം ഉണ്ടാകും. പക്ഷേ കൃഷ്ണന് വഴിപാട് ചെയ്യാൻ തുടങ്ങിയ സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉണ്ടാകും, രക്ഷപ്പെടും.
അത് ചൈതന്യം കൂടുതലുള്ള, ഇപ്പോൾ ഗുരുവായൂരായിക്കോട്ടെ, അമ്പലപ്പുഴ ആയിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, അത് എവിടെ ആയിക്കോട്ടെ, ഞാൻ 2-3 ക്ഷേത്രം പെട്ടെന്ന് മനസ്സിൽ ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. അടുത്തുള്ള ക്ഷേത്രങ്ങളിലും പോകണം, അതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം ചൈതന്യം കൂടുതലുള്ള ഇതുപോലുള്ള കൃഷ്ണക്ഷേത്രങ്ങളും ഭദ്രകാളി ക്ഷേത്രങ്ങളും ദർശനം നടത്തി വഴിപാട് ചെയ്താൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. അല്ലെങ്കിൽ ഇവർ എത്ര പൈസ ഉണ്ടാക്കും, പക്ഷെ അതനുസരിച്ച് ഇവർക്ക് ചിലപ്പോൾ നിലനിൽക്കാൻ ബുദ്ധിമുട്ട് വരാം. ഇതെല്ലാം സാമാന്യ ഫലങ്ങളാണ്. ഓരോരുത്തർ ജനിച്ച സമയം അനുസരിച്ച് വ്യത്യാസം വരും. അങ്ങനെ മനസ്സിലാക്കുക. പൊതുവായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്, അങ്ങനെ മനസ്സിലാക്കുക. എല്ലാവർക്കും ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും സാധ്യതകൾ പറഞ്ഞതേ ഉള്ളൂ. അതിനെ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഇതെല്ലാം പറഞ്ഞേക്കുന്നത്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അത് ആദ്യം പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാദോഷമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം എപ്പോഴും ഞാൻ തിരക്ക് തന്നെ ആയിരിക്കും. വാട്സപ്പ് ഇടുന്ന എല്ലാവർക്കും റിപ്ലൈ തരാനും പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും, എങ്ങനെ ചെയ്യുമെന്ന് പറയും. എന്നിട്ട് മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും തരുന്നത്, മുൻഗണനാക്രമത്തിൽ എന്നിട്ട് നോക്കി കൊടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ എല്ലാം ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. വീണ്ടും പറയുന്നത്, ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുന്നവർക്ക് റിപ്ലൈ തരും അതാണ് സാഹചര്യം. പറഞ്ഞതേ ഉള്ളൂ. ഇത് ആദ്യം പറയേണ്ടതാണ്, മറന്നുപോയി, അവസാനം പറഞ്ഞ. കാരണം ആളുകൾ കാണുന്നത് ചിലപ്പം വിളിച്ചുകൊണ്ടിരിക്കും, ചുമ്മാ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പോലും എനിക്ക് 10 മിനിറ്റ് ഇടപെട്ട് 103 മിസ് കോളൊക്കെയാണ് വരുന്നത്. അപ്പോൾ പറഞ്ഞില്ലേ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിൽ ഞാൻ എടുക്കത്തില്ല, കാരണം ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും. എടുത്താൽ എനിക്ക് വർക്ക് നടക്കത്തില്ല. വാട്സപ്പിലെ വർക്കുകൾ ഒരുപാടുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അത് കേട്ടിട്ട് വിളിക്കുന്നവർ അത് അവരുടെ ഇഷ്ടത്തിന് വിളിക്കുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വാട്സപ്പ് വെച്ചിട്ടുണ്ട്, അതിലാവശ്യമുള്ളവർ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് നോക്കി കൊടുക്കും, കാരണം എല്ലാവർക്കും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. ഒന്നുകൂടെ ഓർപ്പിച്ചതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.